വാർത്തകൾ വിശദമായി നോക്കാം. യാക്കോബായ സഭ അധ്യക്ഷന്മാർ ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണം അല്പസമയത്തിനകം പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ നടക്കും. ലബനനിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കാതോലിക്ക ബാവ വിശ്വാസികളും സഭാഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, അല്പസമയത്തിനകം സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും യാക്കോബായ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പുതിയ കാതോലിക്ക ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം. നേരത്തെ ബെയ്റൂട്ടിലെ കത്തീഡ്രലിൽ പാർത്തിയാർക്കീസ് ബാവ അദ്ദേഹത്തെ കാതോലിക്ക ബാവയായി വാഴിച്ചിരുന്നു. അതിന് പിന്നാലെ ഇനി ഔദ്യോഗികമായ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് ഉള്ളത്. അത് അല്പസമയത്തിനകം തന്നെ സഭ ആസ്ഥാനമായ യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശിലെ പാർത്തിയാർക്ക സെൻട്രലിൽ സ്ഥിതി ചെയ്യുന്ന മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ നടക്കും. 1:30 കൂടിയാണ് ബെയ്റൂട്ടിൽ നിന്ന് കാതോലിക്ക മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചി വിമാനത്താവളത്തിൽ 1:30 കൂടി അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. വിശ്വാസികളും അതുപോലെ തന്നെ വൈദികരും അടക്കം 100 കണക്കിന് പേർ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തെ പുത്തൻകുരിശിലെ പാർത്തിയാർക്ക സെന്ററിലേക്ക്, സഭാസ്ഥാനമായ പാർത്തിയാർക്ക സെന്ററിലേക്ക് എത്തിച്ചത്. അവിടെയൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പാർത്തിയാർക്ക സെന്ററിലെത്തിയ അദ്ദേഹത്തിന് വിശ്വാസികളുടെ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അതിന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇനിയുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകളാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തും. ഈ മാർ അത്തനേഷ്യസ് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടക്കുക. അതിന് സഭയിലെ വലിയ മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം മാർ സെവേറിയോസ് ആണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. അതുപോലെ തന്നെ പാർത്തിയാർക്കീസ് ബാവയുടെ പ്രതിനിധിയായി എത്തുന്ന ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പുമാർ ഡാനിയൽ ക്ലിമീസ, ഹോംസ് ആർച്ച് ബിഷപ്പുമാർ തിമോത്തിയോസ് മത്ത അൽ ഖൂറി, അലപ്പോ ആർച്ച് ബിഷപ്പുമാർ ബൗട്ര അൽ കിസീസ് എന്നിവരും സഭയിലെ മറ്റ് മെത്രാപ്പോലിത്തമാരും സഹകാർമ്മികരായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അനുമോദന സമ്മേളനം നടക്കുന്നത്. ഗവർണർ അടക്കമുള്ളവർ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കമുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ ഒരു ചടങ്ങ് തന്നെയാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. 2000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തൽ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഉച്ച മുതൽ തന്നെ ഈ പുത്തൻകുരിശിലെ പാർത്തിയാർക്ക സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പുതിയ ഇടയനെ കാണാനായി, അനുഗ്രഹം വാങ്ങാനായി ഒക്കെ നിരവധി പേർ ഈ വിമാനത്താവളത്തിലും അതുപോലെ തന്നെ ആ വാഹനം കടന്നു വന്ന വഴികളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് പാർത്തിയാർക്ക സെന്ററിന്റെ കവാടത്തിലെത്തി അവിടെ നിന്ന് ഈ സഭ ആസ്ഥാനത്തേക്ക് എത്താൻ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരമാണുള്ളത്. പക്ഷേ അവിടേക്ക് എത്താനൊക്കെ വലിയ സമയമെടുത്തിരുന്നു. നേരത്തെ 3:30 അദ്ദേഹം ഈ ശുശ്രൂഷകൾ, അതായത് ഈ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ 3:30 തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം എത്തുന്നത് 4 മണിയോടുകൂടി മാത്രമാണ് അദ്ദേഹം ഈ പാർത്തിയാർക്ക സെന്ററിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഇനി അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ അന്തരിച്ച ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറിടത്തിൽ പ്രാർത്ഥന നടത്താനെത്തുക. അതിനുശേഷമായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. ആന്റണി, നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെത്തിയത്. വഴിനീളെ വിശ്വാസികളാണ് കാതോലിക്ക ബാവയുടെ ആശീർവാദം സ്വീകരിക്കാനെത്തിയതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 1:30 കൂടിയാണ് അദ്ദേഹം ബംഗളൂരു വഴി ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. നേരത്തെ മുതൽ തന്നെ നിരവധി വിശ്വാസികളും അതുപോലെ തന്നെ വൈദികരും അടക്കം 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു. അവിടെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് പുതിയ കാതോലിക്ക ബാവയ്ക്ക് ലഭിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കടന്നു വന്നത്. പെരുമ്പാവൂർ വഴി അങ്ങനെ പുത്തൻകുരിശിലേക്ക് എത്തുകയാണ്. പോകുന്ന വഴികളിലൊക്കെ വിശ്വാസികൾ അദ്ദേഹത്തിനെ കാണാനും അതുപോലെ തന്നെ അനുഗ്രഹം വാങ്ങാനും ഒക്കെ നിന്നിരുന്നു. അതുപോലെ തന്നെയാണ് പുത്തൻകുരിശിലേക്ക് എത്തുന്ന ആ ഘട്ടത്തിൽ, പാർത്തിയാർക്ക സെന്ററിലേക്ക് എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ നിരവധി
വിശ്വാസികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. വലിയ ഒരു തിരക്ക് അവിടേക്ക് അനുഭവപ്പെട്ടിരുന്നു. വലിയ ബുദ്ധിമുട്ടി മാത്രമാണ് അദ്ദേഹത്തിന് ഈ സഭാസ്ഥാനമായ പാർത്തിയാർക്ക സെന്ററിലേക്ക്, ആ കെട്ടിടത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. ആ കവാടം കടന്നതിന് ശേഷം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേരാണ്. അവർ ഉച്ച മുതലൊക്കെ ഈ വിശ്വാസികൾ അവിടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ അവരെല്ലാവരും ഈ കാതോലിക്ക ബാവ എത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതായാലും 3:30 തുടങ്ങേണ്ട ചടങ്ങുകൾ ഇപ്പോഴും തുടങ്ങുന്നില്ല. 4 മണിയായി. അദ്ദേഹത്തിന് അവിടേക്ക് എത്താൻ തന്നെ, അദ്ദേഹത്തിന് ഈ പാർത്തിയാർക്ക സെന്ററിലേക്ക് എത്താൻ തന്നെ ഏതാണ്ട് സമയം എടുത്തിരുന്നു. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ മാർ അത്തനേഷ്യസ് കത്തീഡ്രലിലെ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കവറിങ്കലിലേക്ക് എത്തും. അവിടെ പ്രാർത്ഥന നടത്തും. അതിനുശേഷമായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മലങ്കര സഭയിലെ യാക്കോബായ സഭയിലെ ഏറ്റവും വലിയ മെത്രാപ്പൊലീത്തയായ ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസ് ആണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. കൂടാതെ പാർത്തിയാർക്കീസ് ബാവയുടെ പ്രതിനിധിയായി ബെയ്റൂട്ടിൽ നിന്നെത്തിയ മെത്രാപ്പൊലീത്തമാരും സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരും നൂറുകണക്കിന് വൈദികരും അടക്കം സഹകാർമ്മികരാവുകയും ചെയ്യും. ശരി ആന്റണി. യാക്കോബായ സഭ അധ്യക്ഷൻ മാർ ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണം അല്പസമയത്തിനകം പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ നടക്കും. ലബനിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കാതോലിക്ക ബാവ വിശ്വാസികളും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെത്തിയത്. വഴിനീളെ വിശ്വാസികളാണ് കാതോലിക്ക ബാവയുടെ ആശീർവാദം സ്വീകരിച്ചത്. എമ്പുരാൻ വിവാദങ്ങളിൽ ഖേദപ്രകടനം നടത്തി മോഹൻലാൽ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്നിട്ടുള്ള ചില സാമൂഹിക രാഷ്ട്രീയ പ്രമേയങ്ങൾ വലിയ മനോവിഷമമുണ്ടാക്കി. അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ പങ്കുവച്ച് വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോ ചേരുന്നുണ്ട്.